ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ്. ഇനി വരാനിരിക്കുന്ന എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഒന്നുപോലും മിസ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ പോയിൻറ്റ്സായിട്ട് നോക്കാം. 37th 2025 കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി. 2025 കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം തൃശ്ശൂരിലാണ് 2025 കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി. 2025 രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം. 2025 രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഏതാണ്? മണിപ്പൂരാണ്. 1961 ആദായ നികുതി നിയമത്തിൻ്റെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പുതിയ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് എന്നാണ്? 2025 ഫെബ്രുവരി 13. 1961 ആദായ നികുതി നിയമത്തിൻ്റെ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പുതിയ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതെന്നാണ്? 2025 ഫെബ്രുവരി 13. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ ഉടനീളമുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി ആരംഭിച്ച സംരംഭമാണ് വൺ നാഷൻ വൺ പോർട്ട്. എന്താണ്? വൺ നാഷൻ വൺ പോർട്ട്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ ഉടനീളമുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി ആരംഭിച്ച സംരംഭം ഏതാണ്? വൺ നാഷൻ വൺ പോർട്ട്. 2025-26 മണിപ്പൂർ ബഡ്ജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമൻ. റെയിൽവേ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്നാണ്? റെയിൽവേ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് എന്നാണ്? 2025 മാർച്ച് 10. ഏതാണ്? 2025 മാർച്ച് 10 റെയിൽവേ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കുന്നത്. 57ാമത് മൗറീഷ്യസ് ദേശീയ ദിനാഘോഷം 2025 പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനാ കപ്പൽ. 57ാമത് മൗറീഷ്യസ് ദേശീയ ദിനാഘോഷം 2025 പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനാ കപ്പലാണ് ഏതാണ്? INS ഈഫാൽ. മൗറീഷ്യസിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം പണികഴിപ്പിക്കുന്നതിനായി സഹായിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. മൗറീഷ്യസിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം പണികഴിപ്പിക്കുന്നതിനായി സഹായിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്തിടെ ബഡ്ജറ്റ് ലോഗോയിൽ നിന്നും ദേവനാഗരിയിലുള്ള രൂപ ചിഹ്നം മാറ്റിയ സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്തിടെ ബഡ്ജറ്റ് ലോഗോയിൽ നിന്നും ദേവനാഗരിയിലുള്ള രൂപ ചിഹ്നം മാറ്റിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അടുത്ത് നോക്കൂ. 2025 ബ്രിക്സിൽ അംഗമായ രാജ്യം. 2025 ബ്രിക്സിൽ അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ. ഇതാണ് ഇന്തോനേഷ്യയാണ്. 2025 ബ്രിക്സിൽ അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ. നിലവിലെ സിംഗപ്പൂർ പ്രസിഡന്റ് ആരാണ്? തർമൻ ഷൺമുഖരത്നമാണ് നിലവിലെ സിംഗപ്പൂർ പ്രസിഡന്റ്. 2026 ഇരട്ട വർഷമായി ഇന്ത്യക്കൊപ്പം ആഘോഷിക്കുന്ന രാജ്യം. 2026 ഇരട്ട വർഷമായി ഇന്ത്യക്കൊപ്പം ആഘോഷിക്കുന്ന രാജ്യമാണ് സ്പെയിൻ. ഏതാണ്? സ്പെയിനാണ്. ന്യൂഗ്ലെയിൻ റോക്കറ്റ് നിർമ്മിച്ച കമ്പനി ബ്ലൂ ഒറിജിൻ. ഏതാണ്? ന്യൂഗ്ലെയിൻ റോക്കറ്റ് നിർമ്മിച്ച കമ്പനി ഏതാണ്? ബ്ലൂ ഒറിജിൻ. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം നീക്കം ചെയ്യണമെന്ന് ശുപാർശ മുന്നോട്ട് വെച്ചത്? ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം നീക്കം ചെയ്യണമെന്ന് ശുപാർശ മുന്നോട്ട് വെച്ചത്? ഉത്തരം ഇതാണ്. ബംഗ്ലാദേശ്. എന്താണ്? ബംഗ്ലാദേശാണ്. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം നീക്കം ചെയ്യണമെന്ന് ശുപാർശ മുന്നോട്ട് വെച്ചത്? ബംഗ്ലാദേശ്. അടുത്തിടെ IVF വഴി ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം. അടുത്തിടെ IVF വഴി ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. ഏത് രാജ്യത്താണ്? ഓസ്ട്രേലിയയിലാണ് IVF വഴി ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ചത്. അടുത്തിടെ ഗൂഗിളിൻ്റെ അനന്ത ക്യാമ്പസ് നിലവിൽ വന്നത് എവിടെയാണ്? അടുത്തിടെ ഗൂഗിളിൻ്റെ അനന്ത ക്യാമ്പസ് നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ്. എവിടെയാണ്? ബാംഗ്ലൂർ. 2025 ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ്.
2025 ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരാണ്? ഉർസുല വോൺ. ആരാണ്? ഉർസുല വോൺ. 2025 ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റാണ് ഉർസുല വോൺ. 2025 ജനുവരിയിൽ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജ. 2025 ജനുവരിയിൽ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ ഇന്ത്യൻ വംശജ ആരാണ്? സുനിത വില്യംസ് ആണ്. ആരാണ്? സുനിത വില്യംസ്. അടുത്തിടെ പരീക്ഷണ പറക്കലിനിടയിൽ കത്തിനശിച്ച റോക്കറ്റ്. അടുത്തിടെ പരീക്ഷണ പറക്കലിനിടയിൽ കത്തിനശിച്ച റോക്കറ്റാണ് സ്റ്റാർഷിപ്പ്. ഏതാണ്? സ്റ്റാർഷിപ്പ്. ചന്ദ്രോപരിതലത്തിലെ മണ്ണിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച വാക്യൂം ക്ലീനർ എന്താണ്? ലൂണാർ പ്ലാനറ്റ് ആണ്. ചന്ദ്രോപരിതലത്തിലെ മണ്ണിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച വാക്യൂം ക്ലീനറിൻ്റെ പേരെന്താണ്? ലൂണാർ പ്ലാനറ്റ്. ചന്ദ്രൻ്റെ പരിസ്ഥിതിയിൽ ഉയർന്ന ഇലക്ട്രോൺ സാധ്യത കാണിക്കുന്നതായി കണ്ടെത്തിയ ബഹിരാകാശ ഗവേഷണ സംഘടന ഏതാണ്? ISRO. ചന്ദ്രൻ്റെ പരിതസ്ഥിതിയിൽ ഉയർന്ന ഇലക്ട്രോൺ സാന്ദ്രത കാണിക്കുന്നതായി കണ്ടെത്തിയ ബഹിരാകാശ ഗവേഷണ സംഘടനയാണ് ISRO. ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം. ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമാണ് സ്കോട്ട്. സ്പേസ് ക്യാമറ ഫോർ ഒബ്ജക്റ്റ് ട്രാക്കിംഗ്. സ്കോട്ട് എന്നാണ്? സ്പേസ് ക്യാമറ ഫോർ ഒബ്ജക്റ്റ് ട്രാക്കിംഗ്. സ്പേസ് എക്സിൻ്റെ ക്രൂ 10 ദൗത്യം വിക്ഷേപിച്ചത് എന്നാണ്? സ്പേസ് എക്സിൻ്റെ ക്രൂ 10 ദൗത്യം വിക്ഷേപിച്ചത് 2025 മാർച്ച് 14 ഇപ്പോഴാണ് 2025 മാർച്ച് 14. 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം. 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 274. എത്ര എണ്ണമാണ്? 274. സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയതെന്നാണ്? 2025 മാർച്ച് 19 സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തുന്നത്. സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയ ഡേറ്റ് ഏതാണ്? 2025 മാർച്ച് 19. 2025 സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118. 2025 സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് എത്രയാണ്? 118. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫിൻലാൻഡാണ്. 2025 സന്തോഷ സൂചികയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118. BCCIയുടെ പുതിയ സെക്രട്ടറി. BCCIയുടെ പുതിയ സെക്രട്ടറിയാണ് ദേവജിത്ത് സൈക്കിയ. ദേവജിത്ത് സൈക്കിയ. 2025 ഗോഗോ വേൾഡ് കപ്പിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? തേജസ് താര. 2025 ഗോഗോ വേൾഡ് കപ്പിൻ്റെ ഭാഗ്യചിഹ്നമാണ് തേജസ് താര. പ്യൂമ ബ്രാൻഡ് അംബാസഡർ ആരാണ്? പ്യൂമ ബ്രാൻഡ് അംബാസഡർ ആയിരിക്കുന്നത് PV സിന്ധു. ആരാണ്? PV സിന്ധു. 2025 ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജേതാക്കളായതാരാണ്? കേരളമാണ്. 2025 ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ജേതാക്കളായത് കേരളമാണ്. 2025 പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യയുമാണ്. 2025 പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻ ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായതാരാണ്? ഇന്ത്യയാണ്. 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് സാജൻ പ്രകാശ്. ആരാണ്? 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയ വ്യക്തി ആരാണ്? സാജൻ പ്രകാശ്. 2025 നടക്കുന്ന പ്രഥമ ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നതാരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. 2025 നടക്കുന്ന പ്രഥമ ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. വേദി ഇന്ത്യയാണ്. 2024-25 വിജയ് ഹസാരെ ട്രോഫി ജേതാക്കളാണ് കർണാടക. 2024-25 വിജയ് ഹസാരെ ട്രോഫി ജേതാക്കളായിരിക്കുന്നത് കർണാടകയാണ്. പ്രഥമ ഖോ പുരുഷ ലോകകപ്പ് 2025 ജേതാക്കൾ ഇന്ത്യയാണ്. പ്രഥമ ഖോ പുരുഷ ലോകകപ്പ് 2025 ജേതാക്കൾ ഇന്ത്യയാണ്. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഉജ്ജ്വല. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഉജ്ജ്വല. ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. മാർച്ച് ഓഫ് ഗ്ലോറി. ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഇന്ത്യയാണ്.
2025 വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഇന്ത്യ. 38-ാം ദേശീയ ഗെയിംസിൽ നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിത. 38-ാം ദേശീയ ഗെയിംസിൽ നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിതയാണ് ഹർഷിത ജയറാം. ആരാണ്? ഹർഷിത ജയറാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 2025 പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന എക്സാംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.